ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇക്ബാൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ GSTയിൽ എൻറോൾമെൻറ്റ് ഐ ഡിനെ കുറിച്ചാണ്. എങ്ങനെയാണ് നമുക്ക് എൻറോൾമെൻറ്റ് ഐ ഡി GSTയുടെ സൈറ്റിൽ നിന്ന് രജിസ്റ്റർ ചെയ്തെടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് എങ്ങനെ ചെയ്യാമെന്ന് നോക്കുന്നതിന് മുമ്പായിട്ട് എന്താണ് GSTയിലെ എൻറോൾമെൻറ്റ് ഐ ഡി എന്നുള്ളതൊന്ന് നമുക്ക് നോക്കാം. കാരണം പലർക്കും അതിനെക്കുറിച്ച് അറിയാനുണ്ടാവില്ല. ഇ-കൊമേഴ്സ് ബിസിനസ്സിനെ കുറിച്ച് ചെയ്യാനായിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും ഈ ഒരു എൻറോൾമെൻറ്റ് ഐ ഡി എന്നിട്ടുള്ള ഒരു ടേം കേട്ടിട്ടുണ്ടാകും. അപ്പോൾ എന്താണ് GSTയിൽ എൻറോൾമെൻറ്റ് ഐ ഡി, എന്തൊക്കെയാണ് അതിൻ്റെ ലിമിറ്റേഷൻസ്, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു എൻറോൾമെൻറ്റ് ഐ ഡി കൊണ്ട് GST ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ആദ്യം സംസാരിക്കാം. അതിനുശേഷം എങ്ങനെ GSTയിൽ നമുക്ക് എൻറോൾമെൻറ്റ് ഐ ഡി എടുക്കാം എന്നുള്ളതും കൂടി നമുക്ക് നോക്കാം. ഓക്കെ, ഈ എൻറോൾമെൻറ്റ് ഐ ഡി എന്നുള്ളത് GSTയിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഇ-കൊമേഴ്സ് ബിസിനസ് ചെയ്യുന്ന ആളുകളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇപ്പോൾ നമുക്കറിയാം ഇ-കൊമേഴ്സ് ബിസിനസ് എന്ന് പറയുന്നത് നമ്മൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ത്രൂ, ഇപ്പോൾ നമ്മുടെ തന്നെ ഓൺ വെബ്സൈറ്റ് ത്രൂ നമ്മുടെ പ്രോഡക്റ്റ് ഓർ സർവീസ് നമുക്ക് ബിസിനസ് ചെയ്യാം. അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം വഴി നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും. ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ പോലുള്ള മാർക്കറ്റ് പ്ലേസുകളിൽ നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങനെ നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും. ഇതിനൊക്കെയാണല്ലോ നമ്മൾ ഇ-കൊമേഴ്സ് ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിലോട്ട് കൂടുതൽ ആളുകൾ, ചെറുകിട സംരംഭങ്ങളൊക്കെ കൂടുതലായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്കീം അല്ലെങ്കിൽ ഈ ഒരു ഓപ്ഷൻ, അതായത് എൻറോൾമെൻറ്റ് ഐ ഡി വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം എന്നുള്ള ഒരു ഓപ്ഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇത് എത്രത്തോളം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ റീസൺ ഞാൻ പറയാം. ഓക്കെ, കാരണം നമുക്കറിയാം ഇപ്പം ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ ഇങ്ങനത്തെയൊക്കെ മാർക്കറ്റ് പ്ലേസുകളിലൊക്കെ നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് അതിൽ നമുക്ക് വിൽക്കണമെന്നുണ്ടെങ്കിൽ GST രജിസ്ട്രേഷൻ നിർബന്ധമാണ്. ഓക്കെ, അപ്പോൾ GST രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ നിർബന്ധമായിട്ട് നമ്മൾ അതിൻ്റെ റിട്ടേൺസ് ഫയൽ ചെയ്യണം. ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരുമ്പോൾ ടാക്സ് അടയ്ക്കണം. ഇത്തരത്തിലുള്ള കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മൾ കൊണ്ടുപോകണം. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് തന്നെ കുറേ ചെറുകിട സംരംഭങ്ങൾ ഈ ഒരു ഇ-കൊമേഴ്സ് മേഖലയിലോട്ട് വരാനായിട്ട് പിൻവലിക്കുന്നുണ്ട്. അതായത് അവരെ പിന്നോട്ട് വലിക്കുന്നുണ്ട്. അപ്പോൾ അവരെ കുറച്ചുകൂടി ഒന്ന് എൻഹാൻസ് ചെയ്തിട്ട് കുറച്ചുകൂടി സിമ്പിളായിട്ട് അവർക്ക് ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോംസുകളിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ, അതായത് GST എൻറോൾമെൻറ്റ് ഐ ഡി എന്നുള്ള ഒരു ഓപ്ഷൻ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു ഐ ഡിക്ക് നമുക്ക്, അതായത് GST എൻറോൾമെൻറ്റ് ഐ ഡി എടുത്ത് നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ, ഇ-കൊമേഴ്സ് ബിസിനസ് ചെയ്യുമ്പോൾ ഇതിനുള്ള ഒരു മെയിൻ ലിമിറ്റേഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എൻറോൾമെൻറ്റ് ഐ ഡി വെച്ചിട്ട് നമ്മൾ ഇ-കൊമേഴ്സ് ബിസിനസ് ചെയ്യുന്ന സമയത്ത് ആ ഇ-കൊമേഴ്സ് ബിസിനസ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സ്റ്റേറ്റിനകത്ത് മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അത് നമ്മൾ നല്ല രീതിക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കണ്ടീഷനാണ്. കാരണം അപ്പോൾ മലയാളീസിനെ സംബന്ധിച്ചിടത്തോളം കേരളം, ഇപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്ന് എൻറോൾമെൻറ്റ് ഐ ഡി എടുത്തിട്ട് നമ്മളൊരു ഇ-കൊമേഴ്സ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കേരളത്തിൽ മാത്രമേ ബിസിനസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കേരളത്തിൽ വരുന്ന ഓർഡേഴ്സ് മാത്രമേ നമുക്ക് പ്രോസസ്സ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, ഡെലിവറി ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കേരളത്തിന് പുറത്തോട്ട് നമുക്ക് ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമ്മളെ ബിസിനസ്സിനെ പുറത്തോട്ട് ഗ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും റെഗുലർ സ്കീമിലുള്ള GST രജിസ്ട്രേഷൻ എടുക്കണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ഒരു സ്കീം എത്രത്തോളം നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് നമുക്ക് കണ്ടറിയണം. ബട്ട് ചില കേസിലൊക്കെ ഇപ്പം ചില ആളുകളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇ-കൊമേഴ്സ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് അവർ തന്നെ ഓൺ വെബ്സൈറ്റും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമൊക്കെ വഴി ഇ-കൊമേഴ്സ് ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അവർക്ക് ഇപ്പോൾ കേരളം മാത്രമാണ്, കേരളത്തിൽ തന്നെ കോടിക്കണക്കിന് ആളുകളെ പോപ്പുലേഷൻ ഉണ്ട്. അപ്പോൾ അതിൽ മാത്രമാണ് അവരെ എന്താ പറയുക ടാർഗറ്റ് ഓഡിയൻസ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അതിൽ മാത്രം അവർക്ക് എന്ത് ചെയ്യാം, ഈ ഐ ഡി വെച്ചുകൊണ്ട് അവർക്ക് ബിസിനസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ GSTയുടെ നോർമൽ ത്രഷോൾഡ് ലിമിറ്റ് ഉണ്ട്. അതായത് ഗുഡ്സ് ആണ് നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ടെങ്കിൽ 40 lakhs, സർവീസാണ് നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ടെങ്കിൽ 20 lakhs. ഇതാണ് നമ്മുടെ GSTയുടെ ത്രഷോൾഡ് ലിമിറ്റ്. ടേൺ ഓവറിൻ്റെ ഈ ലെവലിൽ മുകളിലോട്ട് ടേൺ ഓവർ വരുന്ന സമയത്ത് നമ്മൾ നിർബന്ധമായിട്ടും GST രജിസ്ട്രേഷൻ എടുക്കണം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എന്തായാലും ശ്രദ്ധിക്കണം. ഈ ഒരു ത്രഷോൾഡ് ലിമിറ്റ് വരെ, ഇപ്പോൾ ഗുഡ്സ് ആണെങ്കിൽ 40 lakhs വരെ, അതേപോലെ തന്നെ സർവീസ് ആണെങ്കിൽ 20 lakhs വരെ ടേൺ ഓവർ എത്തുന്നത് വരെ എൻറോൾമെൻറ്റ് ഐ ഡി വെച്ച് നിങ്ങളുടെ സ്റ്റേറ്റിൽ തന്നെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇ-കൊമേഴ്സ് ബിസിനസ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളുടെ ബിസിനസ്സിനെ നെക്സ്റ്റ് ലെവലിലോട്ട് എടുക്കണം. അതായത് നമുക്ക് വൈഡർ ലെവലായിട്ടുള്ള ഓഡിയൻസ് വേണം, ടാർഗറ്റ് ഓഡിയൻസിലൊക്കെ നമ്മളെ പ്രൊഡക്റ്റ് സർവീസിന് എത്തിക്കണം, വൈഡായിട്ടുള്ള ബിസിനസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, സ്റ്റേറ്റിന് പുറത്തോട്ട് ബിസിനസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും GST രജിസ്ട്രേഷൻ, നോർമൽ റെഗുലർ GST രജിസ്ട്രേഷൻ അല്ലെങ്കിൽ കോമ്പോസിഷൻ എടുത്തിട്ട് നമ്മൾ ബിസിനസ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ഇപ്പം ഞാൻ നോക്കിയ സമയത്ത് ഈ ഫ്ലിപ്കാർട്ട്, ആമസോണിലൊന്നും നമുക്ക് ഈ എൻറോൾമെൻറ്റ് ഐ ഡി വെച്ചിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. ബട്ട് നമുക്ക് മീഷോയിൽ ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ നോർമൽ രീതിക്ക്, അതായത് നിങ്ങളെ ഇൻസ്റ്റാഗ്രാമിൽ പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങളെ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെയാണ് നിങ്ങൾ ഇ-കൊമേഴ്സ് ബിസിനസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, GSTയുടെ ത്രഷോൾഡ് ലിമിറ്റ് വരെയൊക്കെ നിങ്ങളുടെ സ്റ്റേറ്റിനുള്ളിൽ തന്നെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എൻറോൾമെൻറ്റ് ഐ ഡി വെച്ചിട്ട് ചെയ്യാം. വാട്സപ്പ് വഴിയായിട്ടും അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴിയൊക്കെ ആയിട്ട് ചെയ്യാന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു എൻറോൾമെൻറ്റ് ഐ ഡി വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കണ്ടീഷൻ എപ്പോഴും ഓർക്കുക, നമ്മുടെ സ്റ്റേറ്റിനകത്ത് മാത്രമേ ഉള്ളൂ നമുക്ക് ബിസിനസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ.
സ്റ്റേറ്റിന് പുറത്തോട്ട് ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും GST രജിസ്ട്രേഷൻ എടുക്കണം. ഓക്കെ, ഇപ്പം നമ്മുടെ ബിസിനസ്സിന് നല്ല ലെവലിൽ ഇപ്പോൾ ഇ-കൊമേഴ്സ് ബിസിനസ് നമ്മൾ ചെയ്യുന്നത് തന്നെ നമുക്ക് ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിൽ വൈഡായിട്ടുള്ള മാർക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ടും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു എൻറോൾമെൻറ്റ് ഐ ഡി കൊണ്ട് എന്താണ് ഗവൺമെൻറ് ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്നാലും കുറേയൊക്കെ ചെറുകിട സംരംഭങ്ങൾ അല്ലെങ്കിൽ വിത്തിൻ ദ സ്റ്റേറ്റിൻ്റെ അകത്ത് മാത്രം ബിസിനസ് ചെയ്താൽ മതി എന്നൊക്കെയുള്ള ആളുകൾക്ക് ഇത് ഹെൽപ്പ് ചെയ്യും. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം നോർമലായിട്ടുള്ള GST രജിസ്ട്രേഷൻ എടുക്കുകയും ആ രീതിക്ക് തന്നെ പോവുകയാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോയിൽ ഉദ്ദേശിച്ചത് എങ്ങനെ നമുക്ക് ഈ ഒരു എൻറോൾമെൻറ്റ് ID എടുക്കാൻ വേണ്ടി സൈറ്റിൽ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് എൻറോൾമെൻറ്റ് ID, അതിൻ്റെ ലിമിറ്റേഷൻ എന്താണെന്ന് നമ്മൾ കണ്ടു. ഇനി നമുക്ക് എങ്ങനെയാണ് അത് സൈറ്റിൽ അപ്ലൈ ചെയ്യാം എന്നുള്ളത് നോക്കാം. ഇത് നമുക്ക് അടുത്ത സ്പോട്ടിൽ തന്നെ നമുക്ക് ഈ ഒരു രജിസ്ട്രേഷൻ കിട്ടും. നോർമൽ GST രജിസ്ട്രേഷൻ ഇപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് 7 days to 10 days ഒക്കെ വരും. കാരണം ഒഫീഷ്യൽസ് നമ്മളെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് അല്ല എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഒക്കെ വേണമെങ്കിൽ അവർ വീണ്ടും റിവേർട്ട് ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്തിട്ട് മാക്സിമം 7 to 10 days എടുക്കും നോർമൽ രജിസ്ട്രേഷനൊക്കെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നാൽ ഇത് നമുക്ക് അടുത്ത സ്പോട്ടിൽ തന്നെ മെയിലായിട്ട് നമുക്ക് എൻറോൾമെൻറ്റ് ID കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എൻറോൾമെൻറ്റ് ID എടുക്കാം എന്നുള്ളത് നമുക്ക് ലാപ്ടോപ്പ് സ്ക്രീനിൽ നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് എങ്ങനെ എൻറോൾമെൻറ്റ് ID GST സൈറ്റിൽ അപ്ലൈ ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ gst.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നമ്മൾ വരിക. അവിടെ സർവീസസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. അവിടെ യൂസർ സർവീസസ് എടുക്കുക. ഈ യൂസർ സർവീസസിൽ നമുക്ക് രണ്ടാമത്തെ ഓപ്ഷനായിട്ട് കാണാം ജനറേറ്റ് യൂസർ ID ഫോർ അൺരജിസ്റ്റേർഡ് അപ്ലിക്കൻസ് എന്നുള്ളത്. അതിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു വിൻഡോ, ഇതേപോലത്തെ ഒരു വിൻഡോ നമുക്ക് എനേബിൾ ആയിട്ട് വരും. ഇത് ജസ്റ്റ് ഒരു വാണിംഗ് ആണ്. നമ്മൾ എന്ത് ചെയ്യുക, യെസ് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇവിടെ 2 ഓപ്ഷൻസ് ഉണ്ടാവും. ഫസ്റ്റിലേത് നമ്മൾ റീഫണ്ടും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനിലാണോ നമ്മൾ എൻറോൾമെൻറ്റ് ID എടുക്കുന്നത് എന്നുള്ളതാണ്. അതല്ല, അത് നമ്മളൊന്നും ചെയ്യേണ്ട. രണ്ടാമത്തെ ഓപ്ഷൻ ആർ യു അപ്ലൈയിങ് ടു എൻറോൾ ആസ് എ സപ്ലയർ ത്രൂ ഇ-കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സ്. യെസ്, അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എൻറോൾമെൻറ്റ് ID എടുക്കുന്നത്. അത് ടിക്ക് ചെയ്യുക, പ്രൊസീഡ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഫോം വരും ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതിൽ ഫസ്റ്റിൽ തന്നെ നമ്മളെ പാൻ കാർഡിലുള്ള പോലെ നമ്മളെ പേര് കൊടുക്കുക. അതേപോലെ തന്നെ പാൻ നമ്പർ കൊടുക്കുക. പിന്നെ നമ്മുടെ ഇമെയിൽ ID, മൊബൈൽ നമ്പർ, നമ്മുടെ സ്റ്റേറ്റ് ഏതാണോ അത് സെലക്ട് ചെയ്യുക. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഇമെയിൽ ID ഒന്നുകൂടി കൊടുക്കുക, സെക്കൻഡറി ഇമെയിൽ ID കൊടുക്കുക, മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ കൊടുക്കുക. പിന്നെ നമ്മുടെ അഡ്രസ്സ് കറക്റ്റായിട്ട് നമ്മളെ അഡ്രസ്സ് നമ്മളിവിടെ മാപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മളിവിടെ പിൻകോഡും കാര്യങ്ങളൊക്കെ അടിക്കുമ്പോൾ ഈ ഒരു ഇതിൽ മാപ്പ് ചെയ്ത് വന്നോളൂ. ഓക്കെ, അതെല്ലാം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മളിവിടെ HSN കോഡ്, ഇപ്പോൾ നമ്മൾ സർവീസാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ HSN കോഡുകൾ, സാക്ക് കോഡ് നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന ബിസിനസ് എന്താണോ, അത് എന്താണോ നമ്മളെ പ്രൊഡക്റ്റ്, എന്താണോ നമ്മളെ സർവീസ്, അതിൻ്റെ HSN കോഡ് എന്താണെന്നുള്ളത് ഓരോ കാറ്റഗറീസ് ഓഫ് പ്രൊഡക്റ്റിനും സർവീസിനും HSN കോഡ് ഉണ്ടാവും. അപ്പോൾ അതെന്താണെന്ന് നമ്മൾ നെറ്റിൽ നോക്കിയിട്ട് എന്ത് ചെയ്യുക, സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് അത് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ക്യാപ്ച കോഡ് അടിക്കുക, പ്രൊസീഡ് കൊടുക്കുക. അപ്പം എറേഴ്സ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നേരെ അടുത്ത പേജിലോട്ട് പോകും. അവിടെ നിങ്ങളെ മൊബൈൽ നമ്പറിലോട്ടും ഇമെയിൽ IDയിലോട്ടും OTP വരും. ആ OTP നമ്മൾ അടിച്ചു കൊടുത്ത് കൺഫേം കൊടുത്താൽ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയാലും അടുത്ത സ്പോട്ടിൽ നമുക്ക് എൻറോൾമെൻറ്റ് ID നമ്മുടെ മെയിലിലോട്ട് വരും. പിന്നെ നമ്മൾ പാസ്വേഡും യൂസർ നെയിമൊക്കെ സെറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യുക, പ്രൊഫൈൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ കയറിയിട്ട് നമുക്ക് നമ്മുടെ ഫോട്ടോ, ബാങ്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ചില സമയത്ത് ഇപ്പോൾ കുറേ പേര് ഇത് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഒരു എറർ, അതായത് ERR എറർ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു സ്റ്റെപ്പിൽ തന്നെ മുമ്പോട്ട് പോകുമ്പോൾ ഇവിടെ കാണിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ HSN കോഡ് കൊടുക്കാണ്ട് എന്ത് ചെയ്യുക, മുമ്പോട്ട് പോകും. HSN കോഡ് ഇപ്പോൾ നിർബന്ധമായിട്ടുള്ളൊരു കേസല്ല. കാരണം മാൻഡേറ്ററി ആയിട്ട് കൊടുക്കേണ്ട ഏരിയാസിലൊക്കെ ഈ ഒരു റെഡ് മാർക്ക് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ HSൻ്റെ ഇപ്പോൾ നമുക്കൊരു മാൻഡേറ്ററി ആയിട്ടുള്ള കേസല്ല. HSN കൊടുത്തിട്ട് മുമ്പോട്ട് പോകുമ്പോൾ പല ആളുകൾക്കും എറർ വരുന്നുണ്ട്. ഓക്കെ, മുമ്പോട്ട് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പം അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം HSN കൊടുത്തിട്ട് പ്രൊസീഡ് കൊടുത്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് OTP വരുന്നില്ല, എററാണ് കാണിക്കുകയെന്നുണ്ടെങ്കിൽ HSN കോഡുകൾ, നിങ്ങൾക്ക് സാക്ക് കോഡുകൾ നിങ്ങൾ കൊടുക്കാണ്ട് അത് ഡിലീറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അത് കൊടുക്കാണ്ട് പ്രൊസീഡ് കൊടുക്കുക. അപ്പം സ്മൂത്തായിട്ട് പോകും. OTP ഇമെയിലിലും മൊബൈലിലും OTP വരും, അത് എൻ്റർ ചെയ്യുക. നിങ്ങൾക്ക് അറ്റ് ദ സ്പോട്ടിൽ എൻറോൾമെൻറ്റ് ID ലഭിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഇതിൻ്റെത്. അപ്പോൾ എൻറോൾമെൻറ്റ് ID എന്താണെന്നും അതിൻ്റെ ലിമിറ്റേഷൻ എന്താണെന്നും അതേപോലെ തന്നെ എങ്ങനെ സൈറ്റിൽ അപ്ലൈ ചെയ്യാം, എങ്ങനെയൊക്കെ നമുക്കത് യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാം എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. ഓക്കെ, ഈ ഒരു ചാനലിൽ ഇത്രയും സമയം വീഡിയോ കണ്ടതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വാല്യൂ ഇൻഫർമേഷൻ കിട്ടിയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി മെമ്പേഴ്സിലൊക്കെ ഒക്കെ നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കണ്ടൻറ്റ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റായിട്ട് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. പിന്നെ ബ്രാൻഡ് പ്രൊമോഷൻ വീഡിയോസൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. നിങ്ങളൊക്കെ
ഒക്കെ ഫെർമെൻ്റ് വീഡിയോസ് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ഞാൻ എൻ്റെ മെയിൽ ID കൊടുക്കാം, നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.